നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ബാംഗ്ലൂർ വീഡിയോ ഇട്ടായിരുന്നു, ഒരു ട്രാവലിംഗ് വ്ലോഗ്. അപ്പോൾ അതിന്റെ ബാക്കി ആയിട്ടാ ഇതിപ്പോൾ നമ്മൾ അന്ന് വന്ന ദിവസം തന്നെ ഷൂട്ട് ചെയ്യുന്ന വ്ലോഗാണ്. അപ്പോൾ ഇവിടെ തൊട്ട് നമുക്ക് കാണിക്കാന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ സത്യം ഇവിടെ എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുവിടാം. അത്യാവശ്യം എന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ഞാനിപ്പോൾ കുറച്ച് ആർട്ട് പരമായിട്ടുള്ള ഒരു ഫീൽഡിൽ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഗരുഡൻ തൂക്കുന്ന ഒരു കലാരൂപമുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ കോട്ടയം, എറണാകുളം, ആലപ്പുഴ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു കലാരൂപം. അപ്പം ഞങ്ങളൊക്കെ അത് ചെയ്യുന്ന കലാകാരന്മാരാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ ഇന്ന് ബാംഗ്ലൂർ ഒരു പ്രോഗ്രാമിന് വന്നതാണ്. അപ്പോൾ ഇവിടെ നാളെ ഒരു പ്രോഗ്രാം നടക്കുന്നു. സത്യം പറഞ്ഞാൽ അത് ഞങ്ങളെല്ലാവരും ഇതൊരു പ്രൊഫഷനാക്കി കൊണ്ടു നടക്കുന്ന ഒരു ഫീൽഡല്ല ഈ ഗരുഡൻ തൂക്കം. അത് നമ്മുടെ എല്ലാവരും ഒരു പാഷൻ്റെ പുറത്ത്. ഇത് കൂടുതൽ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ പഠിച്ചൊരു കലാരൂപം. നമ്മൾ ചെറുപ്പം മുതൽ ഇത് കാണുന്നതുകൊണ്ട് ഇതിനോട് ഭയങ്കര താല്പര്യവും ഇഷ്ടവും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ പഠിച്ചതാണ്. പിന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര മനസ്സുകൊണ്ടും ഭയങ്കര സന്തോഷം, കാര്യങ്ങൾ ഒരു ഡിവൈൻ എനർജി ഇല്ല ഇതൊക്കെ. അപ്പോൾ നമ്മൾ നല്ലപോലെ സത്യം എൻജോയ് ചെയ്യുന്നുണ്ടോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനകത്ത് നമ്മുടെ ടീമിലാണെങ്കിൽ പോലും ഇതൊരു ഫീൽഡായിട്ടല്ല. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇതൊരു സൈഡ്, ഒരു ചെറിയൊരു പാഷൻ്റെ പുറത്ത് മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഭയങ്കര വൈബ്. അത് നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഇവിടെ കിടക്കാനുള്ള റൂം പരിപാടിയൊക്കെ സെറ്റാക്കുക. വിഷ്ണു ചേട്ടനും അച്ഛനൊക്കെ കൂടെ നമ്മളിന്ന് മറ്റേ ഈ എസ് റൂമിൽ കിടന്നാൽ പോയല്ലോ. ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് പ്രകൃതിയൊക്കെ ആയിട്ട് നമുക്ക് അതുകൊണ്ട് ഞങ്ങളുടെ നിർബന്ധപ്രകാരം, ഞങ്ങളുടെ മാത്രം നിർബന്ധപ്രകാരം ഞങ്ങൾ ഇവിടെ പബ്ലിക്കായിട്ട് ഇവിടെ കിടക്കാൻ പോകാം. അതായത് പ്രത്യേകിച്ച് വിഷ്ണുവിടെ ഇവിടെ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ സ്ഥലം തരാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അബരാമൊക്കെ എണ്ണം പണി ഇവിടെ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഊട് കളിച്ച് നിൽക്കുക കേട്ടോ. ഞാൻ വ്ലോഗെന്ന് പറഞ്ഞാൽ ഊട് കളിച്ച് നിൽക്കുക. അവർ കിടന്ന് നമുക്ക് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് രാവിലെ 7 മണിക്ക് നമുക്ക് പ്രോഗ്രാം തുടങ്ങുന്നത്. മറ്റേ ഇവിടുത്തെ മിനിസ്റ്റർ ആ സമയത്ത് വരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ 7 മിനിസ്റ്റർ ആ സമയത്ത് വന്നിട്ടുള്ള എല്ലാവരും. അപ്പോൾ നമുക്കൊരു 10 മണിയൊക്കെ കൂട്ടിയാൽ മതി. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വെളുപ്പിന് എണീറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. നമുക്കൊരു ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗരുഡൻ പർവ്വ കലാസമിതി എന്ന പേര്. അപ്പോൾ ഗരുഡ എന്നാണ് ടീമിന്റെ പേര്. അപ്പോൾ അത് അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ നമുക്ക് ഇതിനടി കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കയറി ഒന്ന് ചെക്കൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ നാളെ നമ്മുടെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ മുഖത്തെഴുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുവാണെങ്കിൽ കാണിക്കാം. അപ്പോൾ നമ്മുടെ ഹരിയുണ്ട് ഹെൽപ്പറായിട്ട്. അപ്പോൾ ഹരിനെ കൊണ്ട് പറ്റുവാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു വ്ലോഗ് എടുപ്പിക്കാം. അപ്പം ഇതേ ഹരി എടുക്കത്തില്ല. ഹരി നാളെ ഒരു വ്ലോഗ് ഫോൺ കുത്തിനുള്ള ഒരു വഴിയില്ലായിരുന്നു. 3% ചാർജ് വേട്ടായിരുന്നു. അപ്പോൾ വീഡിയോ കൂടെ ഈ ക്യാമറ ഓണാക്കി എടുക്കുന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ചാർജ് ചെയ്യും. ഇവിടെ പോലീസുകാരാണ് സമ്മതിക്കത്തില്ല ഈ അവിടെ അകത്തൊന്നും കുത്തിയിടാൻ. അപ്പോൾ ഈ പുറത്ത് നോക്കിയപ്പോൾ ഇവിടെ ഒരു എക്സ്റ്റേഷൻ ബോർഡ് ഇട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടന്മാരുടെ ഫോൺ കുത്തിയിട്ടിരിക്കുക. അപ്പോൾ അറിയാവുന്ന ഭാഷയിലൊക്കെ പറഞ്ഞ് എന്തോ ഇതുകൊണ്ട് അവർ സമ്മതിച്ചു കേട്ടോ. അപ്പോൾ ഈ ഫോൺ ചാർജ് ചെയ്തിട്ടിരിക്കുക. കേട്ടോ എനിക്കിത് ചായയൊക്കെ തന്ന്. അപ്പൊ നമുക്ക് ചുമ്മാ വ്ലോഗിനകത്തൊക്കെ എടുക്കാം. നല്ല ആൾക്കാരായിട്ട് ഇവിടുത്തെ പെട്ടെന്ന് കമ്പനി ആവും. ഞാൻ ഇവിടെ വിചാരിക്കും പുറത്തെ ആൾക്കാരെ ചെയ്യാനാ. This program is for the opening, and the Bangalore main person is Kepe Gowda. He is the main person who has created the Kepe Gowda for Bangalore. He has created Bangalore. He is the king. Okay. For his birthday, they are opening this highway. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ കാര്യം പറയാം. നമുക്ക് വേണ്ടേ ഇന്നിപ്പോൾ നമ്മൾ കെട്ടിരിക്കുന്ന സ്ഥലം കാണിച്ചു തരാം. അപ്പം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ റൂമിൽ കിടന്നാൽ കിട്ടാത്തൊരു സുഖമാണ്. ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ഇങ്ങനെ വൈബടിച്ച്, അതും വേറൊരു സ്ഥലത്ത്. നമ്മളിവിടെ നമുക്ക് ഭാഷ പോലും അറിയത്തില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അവരെല്ലാവരും കിടന്നു, ഉറങ്ങിയില്ല. അപ്പോൾ ഞാൻ ഈ ചാർജൊക്കെ ചെയ്ത് ഗുഡ് നൈറ്റ്. ഇപ്പോൾ ഞാനിത് കിടക്കുക. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലത്തെ അവസ്ഥ. ഇവിടെ ഇപ്പം ഇല്ലാത്ത കലാരൂപമൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ ഇന്നിപ്പോൾ എണീറ്റപ്പോൾ ലേറ്റ് ആയിപ്പോയി. ബാക്കി നമ്മുടെ ഒരുങ്ങുന്ന വീഡിയോസൊക്കെ കാണിക്കാൻ നമുക്ക് ടൈമില്ല. പിന്നെ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കലാരൂപങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ. ഇപ്പം അകത്ത് കുറേ കാര്യങ്ങളുണ്ട്, കാണിച്ചു തരാം ഞാൻ. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് ഒരുങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞാനിപ്പോൾ ചെന്നിട്ടിനി നമുക്കിപ്പോൾ സമയം 6 മണിയായി. അപ്പോൾ നമുക്ക് 7 മണിയാകുമ്പോഴത്തേന് ഇറങ്ങാം. അപ്പോൾ 1 മണിക്കൂർ സെറ്റാവും. അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല തിരക്കാണ് ഇവിടെ. നമുക്ക് എല്ലാം മാക്സിമം കാണിച്ചു തരാം. അപ്പോൾ ഇത് കൂടുതൽ മലയാളീസ് ആട്ടോ ഇവിടെ ഈ കളിയുടെ വേഷം കാര്യങ്ങളൊക്കെ. പിന്നെ ഇവര് മലയാളീസാണ്. ഹോട്ടലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇതാണിപ്പോൾ മുഖത്ത്. അതിന് ബാക്കി വെച്ചാൽ മതി. ಟ್ಯಾಕ್ಸ್ ಮಾಸ್ಟರ್ ಆನಂದ್ ಸರ್, ನಾನು ಕೇರಳ ನಾವು ಕಲ್ಚರ್ ಡೊಳ್ಳು ಕಂಸಾಲೆ ಇದು ಎಲ್ಲ ಪಂಜಾಬ್ ಅಪ್ಪೇ ಸೊನ್ನ തിരക്കും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി കേട്ടോ. ആൾക്കാരൊക്കെ പോലീസുകാർ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ കലാരൂപങ്ങളെ
കാണിക്കാൻ പറ്റുന്നൊക്കെ നമ്മള് കലാരൂപങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. യൂട്യൂബിൽ യൂട്യൂബിൽ ഒരു ബോധം കിടാം. ചാനൽ ഞാൻ എന്റെ ടീം അർജുൻ അർജുൻ പ്രകാശിന്റെ ടീം. ചുമ്മാ നോർമൽ വീഡിയോസ് കാണാം. വളരെ ചുമ്മാ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലൊക്കെ വീഡിയോസ് എടുക്കുന്നുണ്ട്. ഹലോ, ഞങ്ങൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പല പല കലാരൂപങ്ങളുണ്ട്. ഞങ്ങളെ കൊടുത്തോടെ എല്ലാവരും ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. കാണിച്ചു തരാം ഓരോരുത്തരെയും. അർജുൻ, ഗോപൻ, അർജുൻ, അഭിരാം, ക്ലിയർ അല്ല, ഹരി. ഓരോരോ കലാരൂപങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓരോ നാട്ടിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, ബാംഗ്ലൂരും അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ ഹൈദരാബാദിൽ നിന്ന് പരിപാടികൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് പരിപാടികൾ വന്നിട്ടുണ്ട്. ഇവർ ഇത് തലയിൽ വെച്ച് നന്നായിട്ട് സൂപ്പറായിട്ട് ആടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് നമ്മുടെ കേരളത്തിലെ ആൾക്കാരാ. അതും കേരളത്തിലുള്ള അവരെ 58 കറക്കാന്ന് പറഞ്ഞേ. 58 കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർണ്ണം മേടിച്ചു കൊടുക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. സ്വർണ്ണം എന്ന് വെച്ചാൽ പിള്ളേർക്ക് പിള്ളേരുടെ സ്വർണ്ണം ഞാൻ പറഞ്ഞു. പിന്നെ സ്വർണത്തിന്റെ കേസ് എത്രയുള്ള സ്വർണത്തിന്റെ ഇത് കിട്ടും? അത് മതി. അതിന് 32,000 രൂപ ആവും. ലോക്കറ്റ് ആയാലും കുഴപ്പമില്ല. ലോക്കറ്റ് കുറഞ്ഞൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല. ഇല്ലാതെ ഏലസെങ്കിലും വേണം. ഏലസ് ലോക്കറ്റ് ഓക്കെ അല്ലേ? അക്സെപ്റ്റ് ചെയ്തില്ലേ? ഞാൻ പറഞ്ഞു അക്സെപ്റ്റ് ചെയ്തില്ലേ? പറ്റും, എനിക്ക് തോന്നില്ല. ഇതൊക്കെ വീതി കുറവൊന്നുമില്ലല്ലോ. അത്ര വീതിയുള്ള